മറ്റൊരു ചോദ്യമുള്ളത് ഒരു സഹോദരി, അവർ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വന്ന ഒരു ചോദ്യമാണ് അവർ ഈ ചോദ്യത്തിന് അവർ അയച്ചിട്ടുള്ളത്. അതായത് നമ്മളൊരു 40 വയസ്സായ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ഒരു അവസ്ഥ ചോദിച്ചിരുന്നല്ലോ, അതായത് പിന്നെ പ്രായമായത് കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ചോദ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കും ഭർത്താവിനും ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ കാരണം IVF വഴി 8 വർഷം കഴിഞ്ഞാണ് കുട്ടി ഉണ്ടായത്. ആൺകുട്ടിയാണ് ഉണ്ടായത്. IVF പ്രൊസീജിയറിൽ എനിക്ക് ഇനിയും 10ൽ കൂടുതൽ എംബ്രോയിസ് ഫ്രീസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയും കുട്ടികൾ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്. അപ്പോൾ സാധാരണത്തെ ഒരു ഗർഭധാരണം അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇനിയും ഗർഭിണിയാകാൻ, പ്രസവിക്കാൻ അത് ഇസ്ലാമികപരമായി ശരിയാണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഇക്സി എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ ബീജം എന്താണ്, അയാളുടെ ഭാര്യയുടെ തന്നെ അണ്ടത്തിൽ നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രത്യുൽപാദന പ്രക്രിയ ഉണ്ടാക്കുന്ന കൃത്രിമമായ രൂപമാണ്. ഇത് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ തന്നെ കുഞ്ഞായി ജനിക്കാൻ പറ്റുന്നതുകൊണ്ടും അയാളുടെ ഭാര്യയുടെ തന്നെ ഗർഭപാത്രത്തിലാകുന്നതുകൊണ്ടും ഇതൊരു തകരാറുള്ള വിഷയമല്ല. പക്ഷേ പണ്ഡിതന്മാരൊക്കെ ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊക്കെ ലാബിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇക്സി പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെന്താണ്, കൂടുതൽ റിസൾട്ട് കിട്ടണം എന്നായിരിക്കും ഡോക്ടർമാരും ഹോസ്പിറ്റലും ആഗ്രഹിക്കുക. അപ്പോൾ അവർ റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, നല്ല ആരോഗ്യമുള്ള നല്ല ബീജങ്ങൾ മറ്റുള്ളവരത് ബീജ ബാങ്കുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് എന്താകും, അത് നിക്ഷേപിക്കുന്ന പരീക്ഷണങ്ങൾ ചിലപ്പോൾ വിശ്വസ്തരല്ലാത്ത ആളുകളിൽ നിന്ന് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെ ആളുകളൊക്കെ പറഞ്ഞതെന്താ വെച്ചാൽ, നിങ്ങൾ ആരെ കൊണ്ടാണോ ഈ പ്രക്രിയ ചെയ്യിപ്പിക്കുന്നത് ആ ഡോക്ടറെ എൻ്റെ മുന്നിൽ കൊണ്ടുവരും, എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായില്ലേ, എന്നിട്ട് എനിക്ക് വിശ്വസ്തമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ അനുമതി തരാം, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയും. അപ്പോൾ ഹോസ്പിറ്റൽ, ഡോക്ടർ ഇതൊക്കെ വിശ്വസ്തമായ ആളുകളാണ്. ഭർത്താവിൻ്റെത് ഉപയോഗിച്ചിട്ട് ഉണ്ടാകണമെങ്കിൽ ഉണ്ടായാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന നിലക്ക് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെതേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടാകുന്നതിന് പ്രയാസം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കണം. അല്ലാഹു അഅലം.